വാർത്തകളിലേക്ക് വിശദമായി. ലൈഫ് മിഷൻ പദ്ധതിക്കായി വിദേശ സഹായം സ്വീകരിക്കാൻ അനുമതി നൽകിയിട്ടില്ലെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. പാർലമെന്റ് സമിതിയിലാണ് മന്ത്രാലയം ഇക്കാര്യം അറിയിച്ചത്. കേരളം ഇതിനായി അപേക്ഷിച്ചിട്ട് പോലുമില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിലെ സെക്രട്ടറി അറിയിച്ചു. വിവരങ്ങളുമായി രാഗേഷ് ചേർന്നു. രാഗേഷ്, വിദേശ നയത്തിന്റെ പ്രകടമായിട്ടുള്ള ഒരു ലംഘനം ഉണ്ടായിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്ന് എന്നിതുകൊണ്ട് അർത്ഥമാകുന്നുണ്ടല്ലോ. എന്തെല്ലാം കാര്യങ്ങളാണ് വ്യക്തമാക്കിയിരിക്കുന്നത്? അപർണ, വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി യോഗത്തിലാണ് ഈ വിഷയം ഉന്നയിക്കപ്പെട്ടത്. അതായത് ലൈഫ് മിഷന് വിദേശ സഹായം സ്വീകരിക്കുന്നതിന് കേന്ദ്ര അനുമതി ആവശ്യമാണ് എന്നാണ് ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ അത്തരമൊരു നടപടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിലെ സെക്രട്ടറി വികാസ് സ്വരൂപ് ഇപ്പോൾ വിശദീകരിച്ചിരിക്കുന്നത്. അതായത് കേന്ദ്രം ഇതിന്റെ അനുമതി ആവശ്യമാണ്, പക്ഷേ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഒരു അനുമതി തേടിയിട്ടില്ല, അക്കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് വികാസ് സ്വരൂപ് പാർലമെന്ററി കാര്യസമിതിയിൽ ഇക്കാര്യം ചോദിച്ചത്. NK പ്രേമേന്ദ്രനും ഒപ്പം തന്നെ അൽഫോൺസ് കണ്ണന്താനം തുടങ്ങിയവരാണ് ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്തത്. ഈ യോഗത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ഒപ്പം തന്നെ MEA സെക്രട്ടറി വികാസ് സ്വരൂപ്, കസ്റ്റംസ് ജോയിന്റ് സെക്രട്ടറി തുടങ്ങിയവർ പങ്കെടുത്തു. കൂടുതലായുള്ള ചോദ്യങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകിയില്ല. പകരം അന്വേഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നു വരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് വിദേശകാര്യ മന്ത്രാലയം വിശദീകരിക്കുകയും ചെയ്തത്. മറ്റൊന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥരെ, പ്രത്യേകിച്ച് വിദേശത്തേക്ക് പോയവരുണ്ട്, UAE പോയവരുണ്ട്, അവരെ ചോദ്യം ചെയ്യലിനും മറ്റുമായി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന കാര്യങ്ങളും ഈ അംഗങ്ങൾ ചോദിക്കുകയുണ്ടായി. അതിൽ വ്യക്തമാക്കിയ കാര്യം, നിലവിലെ ഉടമ്പടി പ്രകാരം അവരെ ഇന്ത്യയിലേക്ക് വിട്ടുകിട്ടുക അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ചോദ്യം ചെയ്യാനായി മടക്കി കൊണ്ടുവരിക, അതിപ്പോൾ നിലവിലെ ഉടമ്പടി പ്രകാരം അത്തരമൊരു ധാരണ ഇല്ല എന്നാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം വിശദീകരിച്ചിരിക്കുന്നത്. വിദേശ സഹായത്തിന് കേരളം അപേക്ഷിച്ചിട്ട് പോലുമില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം പാർലമെന്റ് സമിതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നു. രാഗേഷ് വിശദാംശങ്ങൾ. ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ്. കേന്ദ്ര സർക്കാരിനെ അറിയിക്കാതെ കേരളത്തിൽ വേറെയും നിർമ്മാണ കരാർ UAE കോൺസുലേറ്റ് ഒപ്പിട്ടു. എല്ലാ ചട്ടങ്ങളും കാറ്റിൽ പറത്തിയാണ് വടക്കാഞ്ചേരിയിൽ ആശുപത്രി നിർമ്മാണത്തിന് കോൺസുലേറ്റ് സ്വകാര്യ കമ്പനിയുമായി കരാർ ഒപ്പിട്ടത്. ഫ്ളാറ്റ് നിർമ്മാണ കരാർ ഒപ്പിട്ട യൂണിടെക്കിന്റെ ഡയറക്ടർമാരായ സന്തോഷ് ഈപ്പനും സീമ സന്തോഷും ആശുപത്രിക്ക് കരാർ ഏറ്റെടുത്ത സൈൻ വെഞ്ചേഴ്സിന്റെയും ഡയറക്ടർമാരാണ്. ഈ കമ്പനിക്ക് കെട്ടിട നിർമ്മാണ രംഗത്ത് അടിസ്ഥാന പരിചയം പോലുമില്ല എന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. ഇത് സംബന്ധിച്ച രേഖകളും ന്യൂസ് 18 പുറത്തുവിട്ടു. 2019 ജൂലൈ 31 UAE കോൺസൽ ജനറൽ ജമാൽ ഹുസൈൻ അൽ സാബി ഒപ്പുവച്ച കരാർ രേഖയാണിത്. എറണാകുളം ആസ്ഥാനമായ സൈൻ വെഞ്ചേഴ്സ് എന്ന കമ്പനിയുമായി വടക്കാഞ്ചേരിയിൽ ആശുപത്രി കെട്ടിടം നിർമ്മിക്കുന്നതിന് ഏർപ്പെട്ട കരാറാണിത്. ഫ്ളാറ്റ് നിർമ്മാണത്തിന് യൂണിടെക്കുമായി ധാരണയുണ്ടാക്കിയതിന് പുറമെ ആശുപത്രി സമുച്ചയം നിർമ്മിക്കാൻ സൈൻ വെഞ്ചേഴ്സ് നൽകിയ പ്രോജക്റ്റ് അംഗീകരിക്കുകയും ചെയ്തു. അതായത് കേന്ദ്ര സർക്കാർ അനുമതിയില്ലാതെ മറ്റൊരു കമ്പനിയുമായും UAE കോൺസുലേറ്റ് ധാരണയിലെത്തി. ഈ കരാറിൽ കൂടുതൽ ദുരൂഹതകളുണ്ടെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഇനി. യൂണിടെക്കിന്റെ ഉടമസ്ഥരായ സന്തോഷ് ഈപ്പനും സീമ സന്തോഷും തന്നെയാണ് പുതിയ കമ്പനിയായ സൈൻ വെഞ്ചേഴ്സിന്റെയും ഉടമസ്ഥർ. പക്ഷേ കരാറിൽ ഒപ്പിട്ടത് മൂന്നാമത്തെ ഡയറക്ടറായ വിനോദ് എന്ന വ്യക്തിയുമായി. ഉടമസ്ഥർ ഒന്നാണെങ്കിലും രണ്ട് കമ്പനികളുമായി എന്തിന് ധാരണയുണ്ടാക്കി എന്ന ചോദ്യമാണ് ഉയരുന്നത്. നിർമ്മാണ രംഗത്ത് വൈദഗ്ധ്യമുള്ളതുകൊണ്ടാണ് സൈൻ വെഞ്ചേഴ്സുമായി കരാർ ഉണ്ടാക്കിയതെന്ന് UAE കോൺസുലേറ്റ് കരാറിൽ പറയുന്നു. എന്നാൽ 3 വർഷം മാത്രം മുമ്പ് രൂപീകരിച്ച കമ്പനിക്ക് ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിലാണ് പരിചയമെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. അടിമുടി ദുരൂഹതയുള്ള ഇടപാടുകളാണ് UAE കോൺസുലേറ്റ് നടത്തിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് സാമ്പത്തിക പങ്കാളിത്തമില്ലെന്ന ന്യായം പറയാമെങ്കിലും ഈ ഇടപാടുകളിലെ ദുരൂഹത മാറ്റാൻ സർക്കാരും തയ്യാറാവണം. തിരുവനന്തപുരത്തു നിന്നും TG സജിത്, ന്യൂസ് 8. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ തട്ടിപ്പിലെ പ്രതിപക്ഷ ആരോപണങ്ങൾ കൂടുതൽ ശരിവെക്കുന്നതാണ് ന്യൂസ് 18 വാർത്തയെന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചു. വിദേശ നാണ്യവിനിമയ ചട്ടത്തിന്റെ ലംഘനമാണ് നടന്നത്. മന്ത്രി AC മൊയ്തീന്റെ പങ്കും പുറത്തുവരണമെന്നും നേതാക്കൾ പറഞ്ഞു. അതെല്ലാം കള്ളക്കളിയാണ്. ഹാബിറ്റാറ്റിന് കൊടുത്തു, അത് അവൾ മാറ്റി യൂണിടെക്കായി. യൂണിടെക് മാറ്റിയിട്ട് മറ്റെന്താ സെയിൻ വെഞ്ചേഴ്സ് ആയി. ഇനി ഇത് കഴിയുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു സ്ഥാപനം വരും. മൊത്തം കള്ളക്കളിയാണ്. പൈസ എങ്ങനെ അടിക്കാമെന്നുള്ളതിനെ പറ്റിയാണ് ഇവരുടെ ആലോചന മുഴുവൻ. ആ കടലാസ് കമ്പനികളെ കൊണ്ട് എന്തെല്ലാം അഴിമതി നടത്താമോ അതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലൈഫ് മിഷന് വേണ്ടി ഈ റെഡ് ക്രസന്റിന്റെ ഈ പണം അല്ലെങ്കിൽ ഈ പദ്ധതി ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി ആരാണ് ഒരു ശുപാർശ കത്ത് കൊടുത്തത്? സ്ഥലം MLA ഞാൻ കൊടുത്തിട്ടില്ല. MP ആയിരുന്ന രമ്യ ഹരിദാസ് കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ അതിന് മുൻപുണ്ടായിരുന്ന PK ബിജു എന്ന് പറയുന്ന MPയും കൊടുത്തിട്ടില്ല. വടക്കാഞ്ചേരി നഗരസഭയും കൊടുത്തിട്ടില്ല. സംസ്ഥാനത്തെ ഇതിന്റെ ഉടമസ്ഥ അവകാശമുള്ള റവന്യൂ ഡിപ്പാർട്ട്മെന്റും കൊടുത്തിട്ടില്ല. അപ്പോൾ യൂണിടാക്കിനെ അല്ലെങ്കിൽ ഈ പദ്ധതി ഇങ്ങോട്ട് കൊണ്ടുവന്നത് ആരാണ്? കൊണ്ടുവന്നത് കൃത്യമാണ്. ഈ കൊണ്ടുവന്നത്
തിരുവനന്തപുരത്ത് നടന്ന യോഗങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്നെയും ഇവിടുത്തെ സ്ഥലം കൗൺസിലറെയും ഒക്കെ ഒഴിവാക്കി ദുരൂഹമായ സാഹചര്യത്തിൽ AC മൊയ്തീൻ നേരിട്ട് കൊണ്ടുവരികയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നേരിട്ട് നിർമ്മാണം നടത്തുകയും ചെയ്തതാണ്. പ്രളയാനന്തര പുനർനിർമ്മാണത്തിന് റെഡ് ക്രസന്റിന്റെ സഹായം സ്വീകരിക്കാൻ കേന്ദ്രാനുമതി തേടിയിട്ടില്ലെന്ന് ചീഫ് സെക്രട്ടറി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസിന് നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഇതോടെ വിദേശ സംഘടനയുടെ പണം സ്വീകരിച്ചുള്ള വടക്കാഞ്ചേരി ലൈഫ് ഫ്ളാറ്റ് നിർമ്മാണം കേന്ദ്ര അനുമതിയോടെ അല്ല എന്ന് വ്യക്തമായി. ലൈഫ് ഫ്ളാറ്റ് തട്ടിപ്പിലെ കമ്മീഷൻ തട്ടിപ്പിനെ പറ്റിയുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചീഫ് സെക്രട്ടറിക്ക് നോട്ടീസ് അയച്ചത്. 4 കാര്യങ്ങളാണ് ED ആവശ്യപ്പെട്ടത്. ലൈഫ് മിഷൻ സിഇഒയും റെഡ് ക്രസന്റ് ജനറൽ സെക്രട്ടറിയും തമ്മിൽ ഒപ്പുവെച്ച ധാരണാപത്രത്തിന്റെ പകർപ്പ്, ധാരണാപത്രം ഒപ്പിട്ട യോഗത്തിന്റെ മിനിറ്റ്സ്, ധാരണാപത്രത്തിൽ ഒപ്പിടുന്നതിന് അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പകർപ്പ്, വിദേശ സഹായം സ്വീകരിക്കാൻ അനുമതി തേടി കേന്ദ്ര സർക്കാരിന് അയച്ച കത്തിന്റെ പകർപ്പ് എന്നിവയാണ് ED ചോദിച്ചത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വിദേശ സഹായം സ്വീകരിക്കാൻ അനുമതിയുണ്ട്. വടക്കാഞ്ചേരി ഫ്ളാറ്റ് നിർമ്മാണത്തിന് പ്രത്യേകമായി അനുമതി വാങ്ങിയിട്ടില്ലെന്നാണ് ചീഫ് സെക്രട്ടറിയുടെ മറുപടി. വിദേശ സഹായം സ്വീകരിക്കുമ്പോൾ അനുമതി വേണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്. ഇവിടെ അതുണ്ടായിട്ടില്ലെന്ന് ചീഫ് സെക്രട്ടറിയുടെ മറുപടി വ്യക്തമാക്കുന്നു. 2019 ജൂലൈ 11 റെഡ് ക്രസന്റുമായി ധാരണാപത്രം ഒപ്പുവെച്ച യോഗത്തിന് മിനിറ്റ്സ് ഇല്ലെന്നും ചീഫ് സെക്രട്ടറി എൻഫോഴ്സ്മെന്റിനെ അറിയിച്ചു. അനുമതിയില്ലാതെയാണ് റെഡ് ക്രസന്റ് സഹായത്തോടെ ഫ്ളാറ്റ് നിർമ്മാണമെന്ന് വ്യക്തമായതോടെ സംഭവത്തിൽ കേന്ദ്ര ഇടപെടലിനും സാധ്യതയേറി. ന്യൂസ് 18 തിരുവനന്തപുരം. വടക്കാഞ്ചേരിയിൽ യൂണിറ്റാക്ക് നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പെർമിറ്റില്ലാതെ ലൈഫ് മിഷന് വേണ്ടി ഹാബിറ്റാറ്റ് തയ്യാറാക്കിയ 203 യൂണിറ്റുകളുള്ള പദ്ധതിക്കാണ് നഗരസഭ പെർമിറ്റ് നൽകിയിട്ടുള്ളത്. യൂണിറ്റാക്ക് തയ്യാറാക്കിയ പ്ലാനിന് ഇതേവരെ ലൈഫ് മിഷൻ അംഗീകാരം വാങ്ങിയിട്ടില്ല. വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകളിലാണ് ഇക്കാര്യം വ്യക്തമായിരിക്കുന്നത്. സുവി വിശ്വനാഥൻ വിശദാംശങ്ങളുമായി ചേരുന്നു. സുവി, അതീവ ഗൗരവകരമായിട്ടുള്ള ഒരു കാര്യം, നഗരസഭയുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പെർമിറ്റ് ഇല്ലാതെ ഇങ്ങനെ ഒരു പദ്ധതിയിലേക്ക് കടക്കുകയായിരുന്നോ? 203 യൂണിറ്റുള്ള പദ്ധതിക്ക് മാത്രം പെർമിറ്റ് ഉള്ളപ്പോൾ ഏത് രീതിയിലാണ് ചട്ടലംഘനം ഉണ്ടായിരിക്കുന്നത്? അപർണ, പ്രതിപക്ഷത്തിന്റെ ഇതുവരെയുള്ള ആരോപണങ്ങളെല്ലാം തന്നെ ശരിവെക്കുന്ന തരത്തിലുള്ള വിവരാവകാശ രേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വടക്കാഞ്ചേരിയിൽ ലൈഫ് മിഷൻ നിർമ്മിക്കുന്ന പാർപ്പിട സമുച്ചയത്തിനും ആശുപത്രി കെട്ടിട നിർമ്മാണത്തിനും പെർമിറ്റ് ഇല്ല എന്ന വിവരാവകാശ രേഖയാണ് ലഭിച്ചിരിക്കുന്നത്. അനിൽ അക്കരെ MLAക്ക് ലഭിച്ച വിവരാവകാശ രേഖയിലാണ് ഇക്കാര്യം പറയുന്നത്. ലൈഫ് മിഷന് വേണ്ടി ഹാബിറ്റാറ്റ് 203 യൂണിറ്റുകളുള്ള പദ്ധതിയാണ് തയ്യാറാക്കിയിരുന്നത്. ഇതിനാണ് നഗരസഭ പെർമിറ്റ് നൽകിയിട്ടുള്ളത്. എന്നാൽ യൂണിറ്റാക്ക് ഇത് സംബന്ധിച്ച് ഒരു പ്ലാൻ ലൈഫ് മിഷന് നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ പ്ലാനിന് ഇതുവരെയും അനുമതി നൽകിയിട്ടില്ല. ഈ അനുമതി ലഭിക്കാത്തതിനുള്ള പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത്, നേരത്തെ ഹാബിറ്റാറ്റ് നൽകിയ പ്ലാനിന്റെ വിസ്തീർണത്തെക്കാൾ കുറവാണ് യൂണിടെക് പണിയുന്നത് എന്നാണ്. 203 യൂണിറ്റാണ് ഹാബിറ്റാറ്റിനുള്ളതെങ്കിൽ യൂണിടെക് പണിയുന്നത് 140 എണ്ണമാണ് എന്ന ഒരു കാരണമാണ് പറയുന്നത്. എന്നാൽ ഈ കാരണം ലൈഫ് മിഷൻ അത് പിന്നീട് റെഗുലറൈസ് ചെയ്യാം എന്നാണ് പറയുന്നത്. എന്നാൽ ഈ വാദം നിലനിൽക്കില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. യൂണിടെക് നിർമ്മിക്കുന്നത് ടൗൺഷിപ്പാണ്. ടൗൺഷിപ്പ് നിർമ്മിക്കണമെങ്കിൽ പ്രത്യേക പ്ലാനും അത് തയ്യാറാക്കാൻ എസ്റ്റിമേറ്റ് എല്ലാം തന്നെ തയ്യാറാക്കേണ്ടതുണ്ട്. ഇത് ചീഫ് ടൗൺ പ്ലാനറുടെയും നഗരസഭയുടെയും എല്ലാമായ പ്രത്യേക അനുമതിയും ആവശ്യമാണ്. എന്നാൽ ഈ അനുമതി ഒന്നും വാങ്ങാതെയാണ് ഇവിടെ ഇപ്പോൾ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സെയിന്റ് വെഞ്ചേഴ്സ് എന്ന സ്ഥാപനത്തെക്കുറിച്ച് ലൈഫ് മിഷന് അറിയുക പോലുമില്ല. ഈ വിവരാവകാശ രേഖകളിൽ നമുക്ക് ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ന്യൂസ് 18 നിന്ന് പുറത്തുവിട്ട വാർത്ത സെയിന്റ് വെഞ്ചേഴ്സുമായി കരാർ ഒപ്പിട്ടു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ വിവരാവകാശ രേഖകളിൽ ഒന്നിൽ പോലും സെയിന്റ് വെഞ്ചേഴ്സിന്റെ പേര് പോലും പരാമർശിക്കുന്നില്ല എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും. ഏതായാലും ഇതിൽ നിന്നെല്ലാം തന്നെ പ്രതിപക്ഷത്തിന്റെ ഇതുവരെയുള്ള ആരോപണങ്ങളെല്ലാം തന്നെ ശരിയാണ് എന്ന തരത്തിലുള്ള വിവരാവകാശ രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത്. സർക്കാരിന്റെ ഭൂമിയിലാണ് സ്വകാര്യ കമ്പനിയായ യൂണിടെക് കെട്ടിടം പണിയുന്നത്. ഇതിന് കരാറോ മേൽനോട്ടമോ ഇല്ല എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നതും. അപർണ, പ്രധാനപ്പെട്ട കാര്യം, പെർമിറ്റ് വാങ്ങാത്തതിന് എന്ത് വിഷയമാണ് ലൈഫ് മിഷൻ പറയുന്നത്? ഇതൊരു പ്രാഥമികമായിട്ടുള്ള ഒരു ഘട്ടമാണ് ഇങ്ങനെ ഒരു പെർമിറ്റ് വേണമെന്നുള്ളത്. ഇതിനകത്ത് ലൈഫ് മിഷന്റെ വിശദീകരണം എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് ഹാബിറ്റാറ്റിന്റെ 203 യൂണിറ്റിന് ആണ് പെർമിഷൻ ഉള്ളത്? അപ്പോൾ ലൈഫ് മിഷൻ എന്തുകൊണ്ട് അംഗീകാരം വാങ്ങിയില്ല എന്നാണ് ഇതുവരെ വ്യക്തമാകുന്നതും വിശദീകരണം ഉണ്ടായിരിക്കുന്നതും? അപർണ, ഇതിന് വിവരാവകാശം നൽകിയ മറുപടിയിൽ തന്നെ പറയുന്നുണ്ട്, ഹാബിറ്റാറ്റ് നൽകിയ പ്ലാനിന്റെ വിസ്തീർണത്തെക്കാൾ കുറവാണ് യൂണിടെക് പറയുന്നത്. അതിനാൽ തന്നെയും ഇത് റെഗുലറൈസ് ചെയ്യാൻ സാധിക്കും എന്നാണ്
ഈ വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതാണ് യൂണിടെക് പറയുന്ന ഒരു വാദം. എന്നാൽ ഇതിനുള്ള അപേക്ഷ പോലും യൂണിടെക് നൽകിയിട്ടില്ല. എന്നാൽ ഇങ്ങനെ റെഗുലറൈസ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം യൂണിടെക് പണിയുന്നത് ടൗൺഷിപ്പാണ്, മറ്റ് ഹാബിറ്റാറ്റ് പണിയുന്നത് പാർപ്പിട സമുച്ചയമാണ്. അത് തമ്മിൽ വലിയ തോതിലുള്ള അന്തരമുണ്ട്. ഞാനൊന്ന് ഇടപെടുന്നു. സുവി, തിരികെ വരാം. അനിലക്കര എം എൽ എ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ അനിലക്കര എം എൽ എ, പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ശരിയാകുന്ന രീതിയിലുള്ള ഒരു കാര്യമാണോ പുറത്തു വന്നിരിക്കുന്നത്? ഇതിപ്പോൾ നിർമ്മാണം പൂർത്തിയായ ശേഷം റെഗുലറൈസ് ചെയ്യാം എന്നുള്ള, പ്രത്യേകിച്ച് ഹാബിറ്റാറ്റിന്റെ വിസ്തീർണത്തെക്കാൾ കുറഞ്ഞ ഒരു പദ്ധതിയാണ് പണിയുന്നത്, അതുകൊണ്ട് ഇതിന് ശേഷം റെഗുലറൈസ് ചെയ്താൽ മതി എന്നുള്ള അവരുടെ വാദം നിലനിൽക്കുന്നതല്ല എന്നാണോ? അപർണ നമ്മുടെ സംസ്ഥാനത്ത് അപർണ സ്വന്തമായ ഒരു വീട് പണിയാൻ തീരുമാനിച്ചാൽ അതിന് പെർമിറ്റ് കിട്ടിയാൽ എങ്ങനെയാണ് പണിയുക എന്നുള്ളത് ഒരു വീട് പണിയാൻ പോയ ഒരാൾക്കറിയാം. ഇത് എത്രത്തോളം ബുദ്ധിമുട്ടെന്നറിയാം. ഇത് ആളുകളെ പറ്റിക്കുന്ന ഒരു ഏർപ്പാടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് 11/7/2011 ഒരു സർക്കാർ ഉത്തരവ് ഇറങ്ങി. അതേ ദിവസം തന്നെ മുഖ്യമന്ത്രി വേറൊരു എഗ്രിമെന്റ് വെക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇത് വടക്കാഞ്ചേരിയിൽ അനുവദിച്ചത് സംസ്ഥാന ഗവൺമെന്റ് ബഡ്ജറ്റ് വിഹിതമാണ്. മറ്റേ പദ്ധതിക്ക് റെഡ് ക്രസന്റ് പണമാണ്. എന്ന് വെച്ചാൽ രണ്ട് സ്ഥലത്തായിരുന്നു. പിന്നീട് വടക്കാഞ്ചേരിക്ക് എങ്ങനെയാണ് വന്നത്? യാതൊരു രേഖയുമില്ല. ഇപ്പോൾ ഇതിന്റെ ഞാനാ പറഞ്ഞ അടിസ്ഥാനപരമായ കാര്യം, റെഡ് ക്രസന്റും യൂണിടാക്കും ലൈഫ് മിഷനും വെച്ച ആ പ്ലാൻ വടക്കാഞ്ചേരിയുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നതല്ല. ഇവര് പറയുന്ന ആശുപത്രി എന്ന് പറയുന്ന ആശുപത്രിയല്ല, സബ് സെന്ററാണ്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നു, നേരത്തെ റെഡ് ക്രസന്റ് ഈ ഹാബിറ്റാറ്റ് അനുവദിച്ചത് 6 റെസിഡൻഷ്യൽ ബ്ലോക്കുകളുള്ള പാർപ്പിട സമുച്ചയങ്ങളാണ്. ആ പാർപ്പിട സമുച്ചയങ്ങൾ മാറി ഇപ്പോ അതൊരു ടൗൺഷിപ്പായി മാറുകയാണ്. 140 ഭവന സമുച്ചയങ്ങൾ, ഒരു ആശുപത്രി, അംഗൻവാടി, കളിക്കളം, റോഡ് ഉൾപ്പെടെ ഒരു ടൗൺഷിപ്പായി മാറുകയാണ്. ഒരു ടൗൺഷിപ്പിന് എങ്ങനെയാണ് പെർമിറ്റ് കിട്ടുന്നത്? ടൗൺഷിപ്പിന് പെർമിറ്റ് കിട്ടണമെങ്കിൽ നഗരസഭ വഴി ജില്ലാ ടൗൺ പ്ലാനിങ്ങിൽ പോയി സംസ്ഥാന ചീഫ് ടൗൺ പ്ലാനറുടെ അനുമതി കൊണ്ടുവരണം. അപ്പോഴും പാരിസ്ഥിതികമായ ക്ലിയറൻസ് വേണം. ഇതൊന്നുമില്ലാതെ എങ്ങനെയാണ് ഇത് റെഗുലേറ്റ് ചെയ്യാൻ കഴിയുന്നത്? ഇത് സാധാരണക്കാരായ ആളുകളെ പറ്റിക്കുന്ന തുല്യമാണ്. ഇതിനകത്ത് കൃത്യമായ ഫോറിൻ മണിയുടെ റെഗുലേഷൻ ആക്ടിന്റെ വയലേഷൻ ഉണ്ടായിട്ടുണ്ട്, അഴിമതി നടന്നിട്ടുണ്ട്, ഒക്കെ നടന്നു. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ. ഈ യൂണിറ്റ് ആക്ടിന് ഇവിടെ കെട്ടിടം പണിയാനുള്ള പൊസിഷൻ ആരാണ് കൈമാറിയത്? ലൈഫ് മിഷൻ കാണിക്കാൻ കഴിയുമോ? കാണിക്കാൻ കഴിയില്ല. വിവരാവകാശ നിയമമനുസരിച്ച് എനിക്കും തിരുവനന്തപുരത്തെ DCC വൈസ് പ്രസിഡന്റ് മുനീറിനും തന്ന രേഖയിൽ സെയിന്റ് വെഞ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു വാക്കില്ല. ഇവിടെ ന്യൂസ് 18 ചാനൽ രാവിലെ മുതൽ കാണിക്കുന്നത് എന്താണ്? ആശുപത്രി പണിയുന്നത് സെയിന്റ് വെഞ്ചേഴ്സ് ആണ്. സെയിന്റ് വെഞ്ചേഴ്സ് പണിയുന്ന ആശുപത്രിക്ക് യൂണിറ്റ് ആക്കിനെ എഗ്രിമെന്റും പ്ലാനും വെക്കാൻ കഴിയും. ലൈഫ് മിഷൻ തന്ന രേഖയിൽ സെയിന്റ് വെഞ്ചേഴ്സ് എന്ന് പറയുന്ന വാക്കില്ല. എന്ന് വെച്ചാൽ 4.5 കോടി രൂപ സ്വപ്നയ്ക്ക് പോയത് യൂണിറ്റ് ആക്കിൽ നിന്നാണ്. അഴിമതിയുമായി ബന്ധപ്പെട്ട് VD സതീശൻ നിയമസഭയിൽ ഉന്നയിച്ച 5 കോടി എന്നുള്ളത് സെയിന്റ് വെഞ്ചേഴ്സിന്റെ 4.5 കോടി രൂപയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കൃത്യമായി പറയുന്നത്, ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. എന്നെ സ്ഥലം MLA യും സ്ഥലം കൗൺസിലറെയും എന്തുകൊണ്ട് 2019 ആഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ ഇവിടേക്ക് ഈ ഭൂമി ഈ കെട്ടിടം പണി അല്ലെങ്കിൽ ഈ പദ്ധതി? അനിലക്കര MLA ആണ് സംസാരിച്ച. തിരിച്ച് വരാം എന്ന് പ്രതീക്ഷിക്കുന്നു. സുവി, ഒരിക്കൽ കൂടി സുവി, ഇതിനകത്ത് വ്യക്തമായി ഇതിനകത്തൊരു ടൗൺഷിപ്പിന്റെ പദ്ധതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് കൃത്യമായ രീതിയിൽ പ്ലാൻ വേണം, എസ്റ്റിമേറ്റ് വേണം, അത് തയ്യാറാക്കണം, അതിനുശേഷം നഗരസഭയുടെ അനുമതി വേണം. അപ്പോൾ അതൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന ലൈഫ് മിഷൻ ഇത് നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം റെഗുലറൈസ് ചെയ്യാം എന്ന് പറയുന്ന വാദം നിലനിൽക്കുകയില്ല എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ആ രീതിയിലുള്ള ഒരു വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണോ ലൈഫ് മിഷൻ? അതോടൊപ്പം തന്നെ ഇപ്പോൾ പുറത്തു വന്ന ഈ സെയിന്റ് വെഞ്ചേഴ്സ് എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ച് ലൈഫ് മിഷന് യാതൊരുവിധ അറിവുമില്ല, അങ്ങനെ യാതൊരുവിധ അറിവുമില്ല, ആ ഒരു നിലപാടിലും ഉറച്ചു നിൽക്കുകയായിരുന്നു ലൈഫ് മിഷൻ. അപർണ, ഇതിൽ ലൈഫ് മിഷൻ ആദ്യമായി ഇതിൽ സെയിന്റ് വെഞ്ചേഴ്സ് ആണ് ഇവിടെ യൂണിടാക് പണിയുന്ന ഫ്ളാറ്റ് സമുച്ചയം. വടക്കാഞ്ചേരി ചരൽപ്പറമ്പിൽ യൂണിടാക് ആണ് ഫ്ളാറ്റ് സമുച്ചയം പണിയുന്നത്. അതിന് സമീപത്ത് ഒരു ആശുപത്രി പണിയുന്നുണ്ട്. അതായത് ഹാബിറ്റാറ്റിന്റെ പ്ലാനിൽ പറയുന്ന ഹെൽത്ത് സെന്റർ എന്ന അടിസ്ഥാനത്തിൽ ഉള്ള ഒരു ആശുപത്രിയാണ്. ഇത് സബ് സെന്റർ ആയി മാത്രമാണ് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിന് 5 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത് എന്നാണ് കമ്മീഷനായി കൈമാറിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ആശുപത്രി പണിയുന്നത് സെയിന്റ് വെഞ്ചേഴ്സ് ആണ്. എന്നാൽ ഈ സെയിന്റ് വെഞ്ചേഴ്സിന്റെ ഒരു പേര് പോലും ഈ വിവരാവകാശ രേഖയിൽ എവിടെയും പറയുന്നില്ല. യൂണിടാക് ഫ്ളാറ്റ് പണിയുന്നു, യൂണിടാക് ഫ്ളാറ്റ് സമുച്ചയം പണിയുന്നു, അതിന് സമീപത്ത് ആശുപത്രി പണിയുന്നു എന്നെല്ലാം പറയുമ്പോഴും യൂണിടാക്കിന് അനുമതിയില്ല. അതോടൊപ്പം തന്നെ സെയിന്റ് വെഞ്ചേഴ്സിന്റെ പേര് പോലും പറയുന്നില്ല. പക്ഷേ UAE കോൺസുലേറ്റ് സെയിന്റ് വെഞ്ചേഴ്സുമായിട്ടാണ് ആശുപത്രി നിർമ്മിക്കുന്നതിന് കരാർ ഒപ്പിട്ടിരിക്കുന്നത്. ഇതെല്ലാം യൂണിടാക് തയ്യാറാക്കിയ പ്ലാനിന് ലൈഫ് മിഷൻ അംഗീകാരം
വാങ്ങിയിട്ടില്ല, ഇതുവരെ അപേക്ഷ പോലും നൽകിയിട്ടില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അതുകൊണ്ട് തന്നെ ഈ പാർപ്പിട സമുച്ചയത്തിനും ആശുപത്രിക്കും കെട്ടിട നിർമ്മാണ പെർമിറ്റുമില്ല. കൃത്യമായ രീതിയിൽ ക്രമക്കേട് നടന്നു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവുകൾ കൂടിയാണ് പുറത്തുവരുന്നതെന്നാണ് അനിലക്കര MLA നേരത്തെ ന്യൂസ് 8നോട് പ്രതികരിച്ചത്. സുവി വിശ്വനാഥാണ് വിശദാംശങ്ങൾ നൽകിയത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് വിവാദം ഹൈക്കോടതി മേൽനോട്ടത്തിൽ CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് UDFന്റെ സത്യാഗ്രഹ സമരം. നല്ല മഴ പെയ്താൽ കുത്തിയൊലിച്ചു പോകുന്ന തരത്തിൽ ചട്ടങ്ങൾ പാലിക്കാതെയാണ് ഫ്ളാറ്റ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. സ്വപ്ന സുരേഷും ശിവശങ്കറും ദുബായിലേക്കുള്ള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക യാത്രയിൽ ഉണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി ഇതുവരെ മറുപടി നൽകിയിട്ടില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് വിവാദത്തിൽ സർക്കാരിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കുകയാണ് UDF. ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി ചരൽപ്പറമ്പിൽ യുണൈടാക് നിർമ്മിക്കുന്ന വിവാദ ഫ്ളാറ്റ് UDF സംഘം സന്ദർശിച്ചു. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വടക്കാഞ്ചേരിയിൽ നടത്തിയ സത്യാഗ്രഹ സമരം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. നല്ല മഴ പെയ്താൽ കുത്തിയൊലിച്ചു പോകാവുന്ന തരത്തിൽ ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയാണ് നിർമ്മാണമെന്നും ഫ്ളാറ്റിൽ താമസിക്കാനെത്തുന്നവരുടെ സുരക്ഷയ്ക്കായി ഇൻഷുറൻസ് എടുക്കുകയാണ് മന്ത്രി AC മൊയ്തീൻ ചെയ്യേണ്ടതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. റെഡ് ക്രോസിനാണ് കരാറെങ്കിൽ ഇവിടെ ഫ്ളാറ്റ് നിർമ്മാണത്തിന് പണമിറക്കേണ്ടത് റെഡ് ക്രോസ് ആണ്, UAE കോൺസുലേറ്റ് അല്ല. ലൈഫ് മിഷൻ പദ്ധതിയെ അഴിമതിയുടെ പദ്ധതിയാക്കിയത് ആരാണെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഒന്നാമത്തെ പ്രതി, രണ്ടാമത്തെ പ്രതി മൊയ്തീനാണ്, ഒന്നാമത്തെ പ്രതിയാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്തം. അദ്ദേഹമാണ് ലൈഫിന്റെ ചെയർമാൻ. കോടികളുടെ അഴിമതികൾ നടക്കുന്ന ഈ പദ്ധതിക്ക്, ഈ അഴിമതിക്കെതിരായി ഈ നാട് ഒരിക്കലും അത് സഹിക്കാൻ പോകുന്നില്ല. UDF കൺവീനർ ബെന്നി ബെഹനാൻ, PC ചാക്കോ, TN പ്രതാപൻ ഉൾപ്പെടെയുള്ളവർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. സമാപന സമ്മേളനം PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് 18 തൃശൂർ. വൻതുക കമ്മീഷൻ ലക്ഷ്യമിട്ടാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പല കരാറുകളിലും ഏർപ്പെടുത്തുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. വടക്കാഞ്ചേരിയിലെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട പണമിടപാട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കണം. പല പേരുകളിലായി ഒരേ സ്ഥലത്തേക്കാണ് ഈ പണം എല്ലാം പോയതെന്നും അദ്ദേഹം പറഞ്ഞു. വടക്കാഞ്ചേരി ആശുപത്രി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു K. സുരേന്ദ്രൻ. UAE-യിലെ റെഡ് ക്രസന്റുമായും മറ്റും നടത്തിയിട്ടുള്ള എല്ലാ കരാറുകളും വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടോ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടോ ഉള്ള ചട്ടങ്ങളെല്ലാം പാലിക്കാതെയാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഗവൺമെൻറ് വിദേശത്ത് പോയി, മന്ത്രിമാരടക്കം വിദേശത്ത് പോയി അവിടെയുള്ള സന്നദ്ധ സംഘടനകളിൽ നിന്നും മറ്റും പണം സമാഹരിച്ച് വഴിവിട്ട മാർഗങ്ങളിലൂടെ ഇവിടെ കൊണ്ടുവന്ന് അതിന് കമ്മീഷൻ വാങ്ങുക എന്നുള്ള വലിയ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. ഈ പണം എല്ലാം കൊടുത്തിരിക്കുന്നത് ഒരേ ശക്തികൾക്ക് തന്നെയാണ്, പക്ഷേ പല പേരുകളിലായിട്ട്. സ്വാഭാവികമായിട്ടും ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൻ്റെ സാമ്പത്തിക സമാഹരണ വിഷയങ്ങൾ അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇക്കാര്യം അന്വേഷിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. വടക്കാഞ്ചേരിയിൽ UDFന്റെ സത്യാഗ്രഹ സമര സമാപനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് PK കുഞ്ഞാലിക്കുട്ടി സംസാരിക്കുന്നു. മനസ്സിലാവുന്നത് എന്ത്, ബാങ്ക് ലോക്കറിൽ 1 കോടി ഉറുപ്പിയും ചില്ലറയൊക്കെ ഉണ്ട്. ഇത് എവിടുന്ന് കിട്ടി? അപ്പോഴാണ് ഇത് പുറത്തു വന്നത്. ഇനി അറിയാത്ത സംഗതികൾ എന്തൊക്കെ ഉണ്ടാവും? ഒരു ക്ലൂ കിട്ടുമ്പോഴല്ലേ ബാക്കിയുള്ളത് അറിയുള്ളൂ. ഇതായിരുന്നു പണി എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ വലിയ കഷ്ടം തന്നെയാണ്. കാരണം നമ്മളെ 5 കൊല്ലം ഇരുത്തി കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പോണ പോക്കിൽ എല്ലാവരും ഉണ്ടാക്കാൻ നോക്കി, മന്ത്രിമാരാരും ഒഴിവില്ല. ഇവിടെ പറഞ്ഞതുപോലെ ഈ ലൈഫ് മിഷന്റെ പിന്നിൽ ഒരു മന്ത്രി, വേറെ ചില ഉണ്ട്, ഞാൻ പേര് പറയാണ്ടിരിക്കുകയാണ്, ഇനി വേണ്ടാന്ന് വിചാരിച്ച്, അറിയത്തല്ല, വേറൊരു മന്ത്രി അത് നയതന്ത്ര ചാനലിലൂടെ ഖുർആനാണെന്ന് പറയപ്പെടുന്നു. ഇനി അതിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് അള്ളാഹ്ക്ക് തന്നെ അറിയുള്ളൂ, ബാക്കിയുള്ളവർക്കറിയാം. എങ്ങനെ വിശ്വസിക്കാം? വലിയ വലിയ പെട്ടികൾ, ആ പെട്ടികൾ അവിടുന്ന് കാറിൽ ഇത്ര, ഞാൻ പറയുന്നത് ഇത്ര കിട്ടാത്ത സാധനമാണോ? PK കുഞ്ഞാലിക്കുട്ടി UDF സത്യാഗ്രഹ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുന്നു. മോദി സംസാരിക്കുന്നു. തത്സമയത്തിലേക്ക്. यही भावना डिफेंस मैन्युफैक्चरिंग में आत्मनिर्भरता के लिए भी है. भारत में अपने कई मित्र देशों के लिए रक्षा उपकरण का एक भरोसेमंद सप्लायर बनने की क्षमता है. इससे भारत की स्ट्रेटेजिक पार्टनरशिप को और बल मिलेगा और हिंद महासागर क्षेत्र में
भारत की नेट सिक्योरिटी प्रोवाइडर की भूमिका और सुदृढ़ होगी। साथियों, सरकार के प्रयास और प्रतिबद्धता आप सभी के सामने है। अब आत्मनिर्भर भारत के संकल्प को हमें मिलकर के इसे सिद्ध करना है। चाहे प्राइवेट सेक्टर हो या पब्लिक सेक्टर हो या फिर हमारे फॉरेन पार्टनर्स, आत्मनिर्भर भारत सभी के लिए विन विन संकल्प है। इसके लिए आपको एक बेहतर इकोसिस्टम देने के लिए हमारी सरकार प्रतिबद्ध है। यहां आपकी तरफ से जो भी सुझाव आए हैं वे बहुत ही उपयोगी सिद्ध होने वाले हैं और मुझे बताया गया है कि डिफेंस प्रोडक्शन एंड एक्सपोर्ट प्रमोशन पॉलिसी का ड्राफ्ट सभी स्टेक होल्डर्स के साथ साझा किया गया है। आपके फीडबैक से പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആത്മനിർഭർ ഭാരത് വെബിനാറിൽ സംസാരിക്കുകയാണ്. പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തത ലക്ഷ്യമിടുകയാണ് ഭാരതം. അതിന് കഴിയുമെന്നുള്ള ആത്മവിശ്വാസം പ്രകടമാക്കുന്നു അദ്ദേഹം. വെബിനാർ തുടരുകയാണ്. ഇനി കാണാം വാർത്തകൾ. നമസ്കാരം.